വിന്നേഴ്സ് അക്കാഡമിയുടെ അക്കൗണ്ടിംഗ് ടു ഇൻട്രൊഡക്ഷൻ എന്ന ഭാഗത്തിൻ്റെ 18ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രാജമാഷ്. ഒരു 42 വർഷത്തെ അക്കൗണ്ടൻസി പഠിപ്പിച്ച പരിചയം എനിക്കുണ്ട്. തിങ്കളാഴ്ച +2ൻ്റെ പരീക്ഷ വരികയാണ്. പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് വേണ്ടി ഒരു ഏകദേശ ക്ലാസ് നൽകാനാണ് ഉദ്ദേശം. അതിൻ്റെ ഭാഗമായിട്ട് ഒന്നാമത്തെ പാഠമായ പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സിൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിനെ പറ്റി കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ പ്രതിപാദിച്ചിരുന്നു. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസ് ഏതെല്ലാം? ബൈ ക്യാഷ്, ബൈ ബാലൻസ് ഏതെങ്കിലും ഒന്ന്, ബൈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ബൈ സാലറി, ബൈ കമ്മീഷൻ, ബൈ ഷെയർ ഓഫ് പ്രോഫിറ്റ്. ഡെബിറ്റ് സൈഡിൽ ടു ഡ്രോയിങ്സ്, ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. മിച്ചം കിട്ടുന്നത് ബാലൻസ് ചെയ്തു. ആ ബാലൻസിനെ അടുത്ത വർഷത്തേക്ക് ബ്രോട്ട് ഡൗൺ ചെയ്തു. അടുത്ത വർഷം വീണ്ടും ഇതേ ഐറ്റംസ് ആവർത്തിക്കുന്നു. ഇതിങ്ങനെ എല്ലാ വർഷവും ക്യാപിറ്റൽ അക്കൗണ്ട് എഴുതും. ഇനി നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഐറ്റമായ ബൈ P&L, ദാറ്റ് ഈസ് ഷെയർ ഓഫ് പ്രോഫിറ്റ്. ചോദ്യത്തിൽ തന്നിരിക്കുന്ന പ്രോഫിറ്റിനെ പങ്കാളികൾ മുൻകൂട്ടി നിശ്ചയിച്ച പങ്കാളിത്ത പ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന റേഷ്യോയിൽ വീതം വയ്ക്കുന്നു. വീതം വെച്ചതിന് ശേഷം അതിൻ്റെ ഓരോ വീതമാണ് ഓരോ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ എഴുതുക. ഇനി തന്നിരിക്കുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് ചില അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുന്നതിന് മുമ്പുള്ള പ്രോഫിറ്റാണ് തരുന്നത് എങ്കിൽ, അതായത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും സാലറിയും കമ്മീഷനും കൊടുക്കുന്നതിന് മുമ്പുള്ള പ്രോഫിറ്റാണ് തരുന്നതെങ്കിൽ നമ്മൾ ഇതിൽ നിന്നും ഈ തന്നിരിക്കുന്ന പ്രോഫിറ്റിൽ നിന്നും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും സാലറിയും കമ്മീഷനും കൊടുക്കണം. അത് കൊടുക്കാൻ വേണ്ടി വരയ്ക്കുന്ന അക്കൗണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. പേരോർത്തിരിക്കുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഈസ് യൂസ്ഡ് ഫോർ ദ അപ്പോർഷൻമെൻറ്റ് ഓഫ് പ്രോഫിറ്റ്. ലാഭത്തിനെ വീതം വയ്ക്കാൻ വേണ്ടി വരയ്ക്കുന്ന അക്കൗണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഇതിൽ തന്നിരിക്കുന്ന നെറ്റ് പ്രോഫിറ്റ് ആദ്യം എഴുതുന്നു. ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന പേരിൽ തന്നിരിക്കുന്ന പ്രോഫിറ്റിന് എഴുതുന്നു. ഇനി ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ക്രെഡിറ്റ് സൈഡിൽ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും സാലറിയും കമ്മീഷനും ഡെബിറ്റ് സൈഡിൽ, മിച്ചമുള്ളതിനെയാണ് പാർട്ട്നേഴ്സ് വീതം വെച്ചെടുക്കുക. ഈ അക്കൗണ്ടിൻ്റെ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ അടുത്ത സ്റ്റെപ്പാണ്, അല്ലെ അതിനെ വിപുലീകരിച്ച രൂപമാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഇതെല്ലാ കണക്കിലും നിർബന്ധമില്ല. ദ പ്രോഫിറ്റ് മെയ്ഡ് ഡ്യൂറിങ് ദി ഇയർ ബിഫോർ മേക്കിംഗ് ദ ഫോളോയിങ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞെങ്കിൽ മാത്രം വരയ്ക്കേണ്ട ഒരു അക്കൗണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഈ ബിഫോർ അല്ലെങ്കിൽ പ്രയർ എന്നുള്ള പദം ഉണ്ടെങ്കിൽ മാത്രമേ ഈ അക്കൗണ്ട് വരയ്ക്കാവൂ, അല്ലെങ്കിൽ വരയ്ക്കേണ്ട കാര്യമില്ല. ഇത് വരച്ചതിന് ശേഷം ഇതിൻ്റെ ബാലൻസാണ് പങ്കാളികൾ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം വീതം വെച്ച് കൊടുക്കുക. ഈ അക്കൗണ്ട് ചില കണക്കുകളിൽ അനിവാര്യമാണ്, ചില കണക്കുകളിൽ ഇതിൻ്റെ ആവശ്യം ഇല്ല. എന്താണേലും ഇത് ഈ അക്കൗണ്ടിൽ വരാൻ സാധ്യതയുള്ള ഐറ്റം വീതം വയ്ക്കുന്നതിന് മുമ്പുള്ള പ്രോഫിറ്റ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇത് 2 ക്രെഡിറ്റ് സൈഡിൽ, ഇൻട്രസ്റ്റ് ഓൺ വീതം വയ്ക്കുന്നതിനുള്ള പ്രോഫിറ്റും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും ക്രെഡിറ്റ് സൈഡിൽ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി, കമ്മീഷൻ തുടങ്ങിയവ ഡെബിറ്റ് സൈഡിലും എഴുതുന്നു. ഇതാണ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ. ഇത് മാത്രമായിട്ട് ചോദിക്കും. പ്രിപ്പയർ ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് മാത്രം ചിലപ്പോൾ ചോദിക്കാം. അത് അങ്ങനെയാണെങ്കിൽ ഈ അക്കൗണ്ട് നിർബന്ധമായിട്ടും വരയ്ക്കാൻ അറിഞ്ഞിരിക്കണം. ഇനി ഇത് കൂടാതെ പാർട്ട്നേഴ്സ് നിലവിലെ പങ്കാളിത്ത സ്ഥാപനത്തേക്ക് ഒരു പുതിയ പങ്കാളിയെ പ്രവേശിപ്പിക്കുകയോ, നിലവിലുള്ള പങ്കാളിത്ത സ്ഥാപനത്തിൽ നിന്ന് ഒരു പങ്കാളി വിരമിക്കുകയോ, നിലവിലുള്ള പങ്കാളിത്ത സ്ഥാപനത്തിൽ നിന്ന് ഒരു പങ്കാളി മരിക്കുകയോ ചെയ്യുമ്പോൾ റീകൺസ്ട്രക്ഷൻ
പുനരുദ്ധരിക്കൽ നടക്കുന്ന സ്ഥാപനത്തിൽ എയും ബിയും നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിലേക്ക് സി എന്ന പങ്കാളി വരുമ്പോൾ അവർ 3 പേരാകും, എ, ബി ആൻഡ് സി. അതുപോലെ തന്നെ എയും ബിയും സിയും നടത്തിക്കൊണ്ടിരിക്കുന്ന പങ്കാളിത്ത സ്ഥാപനത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു പങ്കാളി പോകുമ്പോൾ പിന്നീട് 2 പേരാവും. സി ആണ് പോകുന്നതെങ്കിൽ എയും ബിയും ആവും, എ ആണ് പോകുന്നതെങ്കിൽ ബിയും സിയും ആവും. ഇത് തന്നെ ഡെത്തിൻ്റെ കേസ്. ഇത്തരം സാഹചര്യങ്ങളിൽ സ്ഥാപനത്തിൽ വരയ്ക്കുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട അക്കൗണ്ടാണ് റീവാല്യുവേഷൻ അക്കൗണ്ട്. റീവാല്യുവേഷൻ അക്കൗണ്ട് ഈസ് എ നോമിനൽ അക്കൗണ്ട്. അസറ്റ് കൂടിയതും ലയബിലിറ്റി കുറഞ്ഞതും റീവാല്യുവേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ. ഇൻക്രീസ് ഇൻ അസറ്റ്സ് ആൻഡ് ഡിക്രീസ് ഇൻ ലയബിലിറ്റീസ് ആർ credited in revaluation account. Then decrease in assets and increase in liabilities are debited. Land, building, furniture, machinery, stock, debtors തുടങ്ങിയ അസറ്റ്സ് കൂടുന്നുണ്ടെങ്കിൽ അത് ക്രെഡിറ്റ് സൈഡിൽ, കുറഞ്ഞാൽ അവ ഡെബിറ്റ് സൈഡിൽ. ഈ അക്കൗണ്ട്, അതായത് റീവാല്യുവേഷൻ അക്കൗണ്ട് ബാലൻസ് ചെയ്തിട്ട് മിച്ചം കിട്ടുന്ന ബാലൻസ് അത് പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ഓൾഡ് റേഷ്യോയിൽ വീതം വയ്ക്കണം. ഓൾഡ് പാർട്ട്നേഴ്സിന് ഞാൻ എടുത്തു പറഞ്ഞത്, പുതിയൊരു പങ്കാളിയെ പ്രവേശിപ്പിക്കുന്ന സമയത്ത് പഴയ പങ്കാളികൾക്ക് മാത്രമേ റീവാല്യുവേഷൻ പ്രോഫിറ്റിനും ലോസിനും അർഹത ഉണ്ടാവുകയുള്ളൂ. പുതിയവന് ഒന്നും കൊടുക്കില്ല എന്നാണ്